ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയില ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ബിരിയാണി തിന്നാനൊരു പൂതി കയറിയത്. കൈയായിട്ട് മുരിങ്ങേൻ്റെ ഇലയും ചക്കക്കുരും കറി വയ്ക്കാനായിരുന്നു ഇന്നത്തെ തീരുമാനം. പക്ഷേ ഇടയ്ക്കെപ്പോഴോ ഒരു ബിരിയാണി കൊതി കയറി വന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പാഴ്സൽ വാങ്ങാമെന്ന് കരുതി. അപ്പം എന്തായാലും മുരിങ്ങയില എടുത്ത സ്ഥിതിക്ക് അതെന്തായാലും നന്നാക്കി വയ്ക്കാം. നമുക്ക് അനിയനെ വിട്ടിട്ട് പാഴ്സൽ വാങ്ങിപ്പിക്കാം. മുരിങ്ങയില നന്നാക്കി സെറ്റാക്കിയപ്പോഴേക്കും നമ്മുടെ പാഴ്സൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാ, നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ നാട്ടിൽ തന്നെയുള്ള ഞങ്ങൾ ഒരു ഷോപ്പിൽ നിന്നാട്ടോ ഇത് വാങ്ങിയത്. അത്യാവശ്യം നല്ല ബിരിയാണിയാണ്, അവിടെ എല്ലാ ഐറ്റംസും കിട്ടും. അപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഏതാ ബിരിയാണിയില്ലേ, ഇനി എന്താണ് ബിരിയാണിക്ക് ഉള്ളിത്തൈരും അച്ചാറും. നമുക്ക് ഉള്ളിത്തൈര് പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഉള്ളിത്തൈരാണോ പറയാൻ എനിക്കറിയാം. ഞാൻ ഉള്ളിത്തൈര് എന്നല്ല പറയൽ, സാലഡിനോ അങ്ങനെ പലതും പറയുന്നേക്കാം. അപ്പം നമ്മൾ ഉള്ളിത്തൈര് പാത്രത്തിലായി. ഇനി നമുക്ക് നാരങ്ങ അച്ചാറും കൂടി പാത്രത്തിലാക്കാം. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ നമുക്ക് പാത്രത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. എന്താ രസമല്ലേ. ഇനി നമുക്ക് വിളമ്പി കഴിക്കാം. മസാല അധികം ഇഷ്ടമല്ല കേട്ടേക്ക്. അപ്പം അതില്ലാതെ ചോറ് മാത്രമാക്കി നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത്ര മതിയാവില്ലേ? കുറച്ചും കൂടി എടുക്കല്ലേ. ഇനി ലെഗ് പീസാണ് കേട്ടോ ഞാൻ ഈ തപ്പണേ. കിണഞ്ഞ് തപ്പിയിട്ട് നമുക്കൊരു ലെഗ് പീസിനെ കണ്ടില്ല. ഇപ്പോൾ തൽക്കാലം കിട്ടി ചെറിയ പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നും കൂടി പരതി നോക്കിയിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, സാധാ കുറച്ച് ചോറും കൂടിയിട്ട്. ഇനി നമുക്ക് അച്ചാറിടാം, നാരങ്ങ അച്ചാർ. ഉള്ളിത്തൈര് ഞാൻ കുറച്ച് എടുത്തിട്ട് ആദ്യം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളപ്പോൾ തോന്നി. അപ്പോൾ നമുക്ക് കുറച്ചെടുക്കാം. ഇനി ഒരു പിടി പിടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.